ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ പ്രിയരെ, ഒരു സന്ധ്യയിൽ കൂടെ കർത്താവിൻ്റെ വചനത്തിൻ്റെ കീഴിലായിരിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയിരിക്കുകയാണല്ലോ. 1-ാം സങ്കീർത്തനത്തിൽ അവിടുന്ന് പറയുന്നുണ്ട്, കർത്താവിൻ്റെ ന്യായപ്രമാണം, അതായത് വചനം രാപ്പകൽ വായിച്ച് ധ്യാനിക്കുന്നവൻ ഭാഗ്യവാനെന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ഭാഗ്യാവസ്ഥയിൽ ആയിരിക്കുവാൻ ദൈവം നൽകിയ വലിയ കൃപയെ സ്തോത്രത്തോടും നന്ദിയോടും കൂടെ സമയത്ത് ഓർത്തുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ ഈ സമയത്ത് നമുക്ക് ആരംഭിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമാകുന്ന അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, ദുഷ്ടത ഞങ്ങൾ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാവുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യക മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ആഴ്ച ഓർമ്മിപ്പിച്ചിരുന്നുവല്ലോ, നമ്മൾ പുതിയ നിയമത്തിൽ നിന്നുകൂടെ പഠനം ആരംഭിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം എന്ന് പഠിക്കുവാനായിട്ട് ആരംഭിക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ കരുണയും കൃപയും നമ്മോടുകൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് ആദ്യമേ ഹൃദയപൂർവ്വം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം നമുക്കറിയാം. ഇതിൻ്റെ സുവിശേഷ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യഗണത്തിൽ പെട്ട വിശുദ്ധ മത്തായി ശ്ലീഹായാണെന്ന് പാരമ്പര്യമായിട്ട് വിശ്വസിച്ച് വരികയാണ്. അതോടൊപ്പം തന്നെ ലേവി എന്നുള്ള മറ്റൊരു പേര് കൂടെ അദ്ദേഹത്തിന് ഉള്ളത് നമുക്കറിയാമല്ലോ. കഴിഞ്ഞ ഞായറാഴ്ചയിലെ എവൻഗേലിയോനിലും ലേവിയെ വിളിച്ച് ചേർക്കുന്ന വിശുദ്ധ മത്തായി ശ്ലീഹായെ തൻ്റെ ശിഷ്യഗണത്തിലേക്ക് യേശു വിളിച്ച് ചേർക്കുന്നതിനെ പറ്റിയുള്ള സുവിശേഷമാണല്ലോ നാം കേട്ടിരുന്നത്. ആ മത്തായി ശ്ലീഹ എഴുതി എന്നാണ് വിശ്വസിക്കുന്നത്. AD 75-നും 90-നും ഇടയിലുള്ള കാലയളവിലാണ് ഈ സുവിശേഷം രചിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കൃത്യമായ ഒരു കാലയളവ് പറയപ്പെടുന്നില്ല. AD 75-നും 90-നും ഇടയ്ക്കാണ് എഴുതിയിരിക്കുന്നത്. ഇത് പ്രധാനമായിട്ടും വിശുദ്ധ മത്തായി ശ്ലീഹ ഒരു യഹൂദനായിരുന്നത് കൊണ്ടും പാലസ്തീനിലെ യഹൂദ ക്രൈസ്തവരെ ഉദ്ദേശിച്ചാണ് ഈ സുവിശേഷം രചിക്കപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വിജാതീയരായ ക്രൈസ്തവർക്കും അവർക്കും ഗ്രഹിക്കാവുന്ന, അവർക്കും ഉൾക്കൊള്ളാവുന്ന രീതിയിലാണ് ഈ സുവിശേഷം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. അതുമാത്രമല്ല, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്കറിയാം പഴയ നിയമത്തിലെ ഒത്തിരി വചനങ്ങൾ കോട്ട് ചെയ്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അബ്രഹാമിനോട് ദൈവത്തിന് ഒരു അരുളപ്പാടുണ്ടായിരുന്നു, ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു. നിന്റെ സന്തതിയിലൂടെ ലോകത്തെ മുഴുവനെയും സകല ജാതികളെയും ഞാൻ അനുഗ്രഹിക്കുമെന്ന്. അപ്പം അത് യേശുവിലും പൂർത്തിയായി എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് പല വചനങ്ങളും ഈ വചനം ഇപ്പോൾ പൂർത്തിയായി എന്നുള്ള കോട്ടിങ്ങോടുകൂടെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ പലയിടങ്ങളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് നാം കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ദാവീദിനോടും ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു. നിന്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ എന്നേക്കും നിന്റെ സിംഹാസനം നിലനിൽക്കും, അതിനകത്ത് ഒരു ആൺസന്തതി ഇല്ലാതിരിക്കുകയില്ല എന്നുള്ളൊരു വാഗ്ദാനം ഉണ്ടായിരുന്നു. അതും യേശുവിലൂടെയാണ് നിവൃത്തിയാകുന്നതെന്ന് മത്തായി ശ്ലീഹ വെളിപ്പെടുത്തുവാനായിട്ട് ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പഴയ നിയമത്തിലെ പല വചനങ്ങളും അതിൻ്റെ പിന്തുടർച്ചയാ എന്ന വണ്ണമാണ് പുതിയ നിയമത്തെ വിശുദ്ധ മത്തായി ശ്ലീഹ ചിത്രീകരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. സുവിശേഷ രചനയുടെ പ്രധാന സ്രോതസ് എന്ന് പറയുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷവും അതോടൊപ്പം തന്നെ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലയളവിൽ യേശുക്രിസ്തുവിൻ്റെ കൂടെ നടന്ന് സ്വന്തം അനുഭവവുമാണ് ഇദ്ദേഹത്തിൻ്റെ സുവിശേഷ രചനയ്ക്കുള്ള സ്രോതസ്സുകളായി വേദപണ്ഡിതന്മാർ കണ്ടെത്തിയിരിക്കുന്നത്. ബേസിക്കലി വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ
എല്ലാ കാര്യങ്ങളും ഈ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മർക്കോസിന്റെ സുവിശേഷം ഇതിനു മുമ്പ് എഴുതപ്പെട്ടതായതുകൊണ്ട് അത് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് വേദപണ്ഡിതന്മാർ സമർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ യേശുവിൻ്റെ കൂടെ 3.5 വർഷക്കാലം നടന്ന മനുഷ്യരായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് യേശുവിൻ്റെ വാക്കുകളും അതോടൊപ്പം തന്നെ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം മനസ്സിലാക്കാനും അത് ഈ സുവിശേഷത്തിൽ രേഖപ്പെടുത്തി വയ്ക്കുവാനും വിശുദ്ധ മത്തായി ശ്ലീഹായിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഈ സുവിശേഷത്തെ 3 ഘട്ടങ്ങളായിട്ട് വിഭജിക്കാനായിട്ട് പറ്റും. ഒന്നാമത് യേശുവിൻ്റെ ജനനവും പരസ്യ ജീവിതത്തിന് ഉള്ള തയ്യാറെടുപ്പ്. യേശുവിൻ്റെ ജനനം, പരസ്യ ജീവിതത്തിനുള്ള തയ്യാറെടുപ്പ്, അതാണ് ഒന്നാമത്തെ ഘട്ടം. രണ്ടാമത്തെ ഘട്ടം യേശുവിൻ്റെ പ്രബോധനങ്ങളും അത്ഭുതങ്ങളുമാണ്. മൂന്നാമത്തെ ഘട്ടം യേശുവിൻ്റെ പീഡാനുഭവവും മരണവും ഉദ്ധാനവും. ഇങ്ങനെ 3ആയിട്ട് ഈ സുവിശേഷത്തെ വേർതിരിക്കുവാനായിട്ട് സാധിക്കും. വിശുദ്ധ മത്തായി സുവിശേഷകന്റെ പ്രധാന പ്രമേയം എന്ന് പറയുന്നത് സ്വർഗരാജ്യം എന്നുള്ളതാണ്. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ പ്രധാന പ്രമേയം അത് സമർത്ഥിക്കാനും അതിനെപ്പറ്റിയുള്ള വിവരണങ്ങൾ നൽകുവാനും അദ്ദേഹം ഒത്തിരി ഉപമകളും അതോടൊപ്പം തന്നെ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ സ്നാപക യോഹന്നാനും യേശുവും ഒക്കെ ആരംഭിക്കുന്നത് എങ്ങനെയാണ്? സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ എന്നുള്ള ആഹ്വാനത്തോടു കൂടെയാണ് ആരംഭിക്കുന്നത്. മറ്റ് സുവിശേഷങ്ങളിലെല്ലാം ദൈവരാജ്യം എന്ന പദം ഉപയോഗിക്കുമ്പോൾ അദ്ദേഹം മാത്രമാണ് സ്വർഗരാജ്യം എന്ന പദം ഉപയോഗിക്കുന്നത്. അത് പരിശുദ്ധ സഭയെ കുറിക്കുന്ന വാക്യമാണ്. അതായത് നിങ്ങളുടെ ഇടയിലേക്ക് സ്വർഗരാജ്യം എത്തിച്ചേർന്നിരിക്കുന്നുവെന്ന് ഉള്ള ആ ഒരു സൂചനയെല്ലാം അദ്ദേഹത്തിൻ്റെ സുവിശേഷങ്ങളിൽ നിറയെ കണ്ടെത്താനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ യേശുക്രിസ്തു ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ അതിനകത്തും എൻ്റെ രാജ്യം വരണമേ എന്നുള്ള ഒരു ധ്വനി കൊണ്ടുവരുന്നുണ്ട് യേശു പഠിപ്പിക്കുന്നത്. അതെല്ലാം അദ്ദേഹം എഴുതി പ്രത്യേകമായിട്ട് വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയം എന്ന് പറയുന്നത് സ്വർഗരാജ്യം എന്നുള്ളതാണ്. അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം ഒത്തിരി ഉപമകളിലൂടെയൊക്കെ പറയുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇനി നമുക്ക് 1-ാം അധ്യായത്തിലേക്ക് പോകാം. ഇൻട്രൊഡക്ഷനായിട്ട് ഇത്ര കാര്യങ്ങളാണ് പറയുവാനായിട്ട് ആഗ്രഹിച്ചിരുന്നത്. 1-ാം അധ്യായത്തിൻ്റെ ആരംഭം നമുക്കറിയാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വംശാവലിയാണ്. നമ്മളൊക്കെ സാധാരണഗതിയിൽ ഇത് അവഗണിക്കാറ് ആണ് പതിവ്, ഇല്ലേ? ഒത്തിരി പേരുകൾ ഒരു മാലയിൽ മുത്തുകൾ കോർത്തിട്ടിരിക്കുന്നത് പോലെ ഒത്തിരി പേരുകൾ ഇങ്ങനെ ആവർത്തിച്ച് വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമുക്ക് അത്ര സുപരിചിതമല്ലാത്ത പേരുകൾ കൂടെ ആയതുകൊണ്ട് ഇത് വായിക്കുമ്പോൾ അത്ര ഒരു സുഖം തോന്നാത്തത് കൊണ്ട് പലപ്പോഴും ഇത് സ്കിപ്പ് ചെയ്യുന്ന ഒരു രീതി നമുക്ക് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് പലരും ഒരു പക്ഷേ ഇത് വായിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു കാര്യം വിശുദ്ധ വേദപുസ്തകത്തിൽ ക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചിന്തിക്കാനും എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കാനും ഒക്കെ അതിൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് തന്നെ ക്രമീകരിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് നമ്മൾ വംശാവലി സൂക്ഷ്മമായിട്ട് വായിക്കണം. എന്തിനാണ് വംശാവലി എന്ന് പിന്നീട് പറയുവാനായിട്ട് ശ്രദ്ധിക്കാം. ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാമോ? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. 3 ഘട്ടങ്ങൾ ആയിട്ടാണ് ഇത് തിരിച്ചിരിക്കുന്നത്. അതായത് അബ്രഹാം മുതൽ ദാവീദ് വരെയും, ദാവീദ് മുതൽ ബാബിലോൺ പ്രവാസം വരെയും, പിന്നീട് ബാബിലോൺ പ്രവാസത്തിന് ശേഷം യേശു വരെയും, ഇങ്ങനെ 14 തലമുറകൾ വെച്ച് 3 തലമുറകളെ ആണ് ഈ വംശാവലി ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അബ്രഹാമിന്റെ സന്തതിയായി, ദാവീദിന്റെ സന്തതിയായി യേശു വരുന്നു എന്നത് ആണ് ഈ വംശാവലിയിലൂടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഒന്ന് വായിക്കാമോ? അബ്രാഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി. അബ്രാഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു, ഇസ്ഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് യഹൂദയെയും അവന്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു. യഹൂദ താമാരിൽ പാരസിനെയും സാരഹിനെയും ജനിപ്പിച്ചു. പാരസ് ഹെസ്രോനെ ജനിപ്പിച്ചു, ഹെസ്രോൻ ആരാമിനെ ജനിപ്പിച്ചു, ആരാം അമ്മീനാദാബിനെ ജനിപ്പിച്ചു, അമ്മീനാദാബ് നഹശോനെ ജനിപ്പിച്ചു, നഹശോൻ ശൽമോനെ ജനിപ്പിച്ചു, ശൽമോൻ രഹാബിൽ ബോവാസിനെ ജനിപ്പിച്ചു, ബോവസ് രൂത്തിൽ ഒബേദിനെ ജനിപ്പിച്ചു, ഓബേദ് ഇശായിയെ ജനിപ്പിച്ചു, ഇശായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു,
ദാവീദ് ഊരിയാവിന്റെ ഭാര്യയായിരുന്നവളിൽ ശലോമോനെ ജനിപ്പിച്ചു. ശലോമോൻ രഹബ്യാമെ ജനിപ്പിച്ചു. രഹബ്യാം അബിയാവ് ജനിപ്പിച്ചു. അബിയാവ് ആസയെ ജനിപ്പിച്ചു. ആസ യോശഫാത്തിനെ ജനിപ്പിച്ചു. യോശഫാത്ത് യോരാമിനെ ജനിപ്പിച്ചു. യോരാം ഊസിയാവ് ജനിപ്പിച്ചു. ഊസിയാവ് യോധാമിനെ ജനിപ്പിച്ചു. യോധാം ആഹാസിനെ ജനിപ്പിച്ചു. ആഹാസ് ഹിസ്കിയാവ് ജനിപ്പിച്ചു. ഹിസ്കിയാവ് മനശ്ശയെ ജനിപ്പിച്ചു. മനശ്ശെ ആമോസിനെ ജനിപ്പിച്ചു. ആമോസ് യോഷിയാവ് ജനിപ്പിച്ചു. യോഷിയാവ് യോഹന്യാവെയും അവന്റെ സഹോദരന്മാരെയും ബാബേൽ പ്രവാസകാലത്ത് ജനിപ്പിച്ചു. ബാബേൽ പ്രവാസം കഴിഞ്ഞിട്ട് യോഹന്യാവ് ശെയൽത്തീലിനെ ജനിപ്പിച്ചു. ശെയൽത്തീയേൽ സെരുബ്ബാബേലിനെ ജനിപ്പിച്ചു. സെരുബ്ബാബേൽ അബിഹൂദിനെ ജനിപ്പിച്ചു. അബിഹൂദ് ഇല്യാക്കീമിനെ ജനിപ്പിച്ചു. ഇല്യാക്കീം ആസോറിനെ ജനിപ്പിച്ചു. ആസോർ സാദോക്കിനെ ജനിപ്പിച്ചു. സാദോക്ക് ആഹീമിനെ ജനിപ്പിച്ചു. ആഹീം എലീഹൂദിനെ ജനിപ്പിച്ചു. എലീഹൂദ് എലിയാസർ ജനിപ്പിച്ചു. എലിയാസർ മത്താനെ ജനിപ്പിച്ചു. മത്താൻ യാക്കോബിനെ ജനിപ്പിച്ചു. യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസഫിനെ ജനിപ്പിച്ചു. അവളിൽ നിന്ന് ക്രിസ്തു എന്ന് പേരുള്ള യേശു ജനിച്ചു. ഇങ്ങനെ തലമുറകളാകിയ അബ്രാഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം 14, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം 14 ആകുന്നു. മതി. പ്രിയപ്പെട്ടവരെ, ഈ വംശാവലി വായിക്കുമ്പോൾ നമ്മൾ കുറച്ച് ആഴമായിട്ട് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ 2-3 ഉൾക്കാഴ്ചകൾ ഈ വംശാവലിയിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരുന്നുണ്ട്. ഒന്നാമത്, ഇതിന്റെ ആരംഭം ഇങ്ങനെയാണ്: അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി. ഞാൻ ആദ്യമേ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറഞ്ഞിരുന്നു, ഈ സുവിശേഷം പ്രധാനമായിട്ടും എഴുതപ്പെട്ടത് യേശു ക്രിസ്തുവിന്റെ വചനത്തിൽ വിശ്വസിച്ച് ക്രൈസ്തവ സമൂഹത്തിലേക്ക് ചേർന്ന യഹൂദന്മാരെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ യഹൂദന്മാർക്ക് കൂടെ ഉൾക്കൊള്ളാവുന്ന തരത്തിലാണിത് എഴുതി വെക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു ജീനിയോളജി എഴുതി വെക്കുമ്പോൾ ഇതിനകത്ത് അബ്രഹാമിന്റെ വംശപരമ്പരയിൽ അല്ലെങ്കിൽ ദാവീദിന്റെ സിംഹാസനത്തിൽ യേശു വന്ന് ജനിക്കുന്നു, ഉപവിഷ്ടനാകുന്നു എന്ന് ഇങ്ങനെ ഇദ്ദേഹം സമർത്ഥിക്കാൻ ശ്രദ്ധിക്കുന്ന എന്താന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തു എന്ന ഒരു ലോകരക്ഷകൻ അല്ലെങ്കിൽ ഒരു മശിഹ വരുമെന്നുള്ള ഒരു ആഴമേറിയ വിശ്വാസം കാത്തു സൂക്ഷിച്ചവരായിരുന്നു ആര്? യഹൂദന്മാർ. അത് യേശുവിൽ പൂർത്തിയായി എന്ന് ഇവിടെ ഇദ്ദേഹം സമർത്ഥിക്കാനായിട്ട് ശ്രദ്ധിക്കുകയാണ്. അതുകൊണ്ടാണ് അബ്രഹാമിന് ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു. ആ വാഗ്ദാനമാണ് ഉൽപ്പത്തി 22:18. ഒന്നോട്ട് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 22:18 വാക്യം. ആ ഒരു വാഗ്ദാനം ഒരു സാർവത്രിക ലോകത്തിന്റെ രക്ഷയെ പറ്റിയുള്ള ഒരു വാഗ്ദാനമാണ്. വായിച്ച് ഉൽപ്പത്തി 22:18. ഉൽപ്പത്തി 22:18. ആരുടെ വേദോത്സവം ഇല്ലേ? നീ എന്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഉണ്ടോ? ദൈവത്തിന്റെ ഒരു വാഗ്ദാനമാണ് അബ്രഹാമിനോട്. നീ എന്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതി പരമ്പരയിലൂടെ ലോകത്തെ മുഴുവനും സകല ജാതികളെയും ഞാൻ അനുഗ്രഹിക്കുമെന്ന് അരുളി ചെയ്യുകയാണ്. അത് യേശുവിലാണ് അത് പൂർത്തിയാകുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയാണ്, നമുക്കറിയാം. അതുവരെ കർത്താവ് ഇസ്രായേൽ ജനം എന്ന ഒരൊറ്റ ജനത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോയിരുന്നു. അതുവരെ വിജാതീയരെ കാര്യമായിട്ട് പരിഗണിക്കുന്നില്ല. എന്നാൽ പിന്നീട് പെന്തിക്കോസ്തിക്ക് ശേഷം പിന്നീട് അങ്ങോട്ട് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ കണ്ടെത്താൻ സാധിക്കും, പിന്നെ ഇസ്രായേൽ ജനം എന്നല്ല, പിന്നീട് സാർവത്രികമായിട്ട് യേശുവിലേക്ക് ആരെല്ലാം അടുത്തു വരുന്നോ അവരെല്ലാം ചേർത്ത് പിടിക്കുന്ന, അവരെല്ലാം അനുഗ്രഹിക്കുന്ന, അവരെല്ലാം അനുഗ്രഹത്തിലേക്ക് ഉള്ള വഴിയിലേക്ക് സഞ്ചരിക്കാനുള്ള വഴികളെല്ലാം തുറന്നു കൊടുക്കുന്ന യേശുവിന്റെ സുവിശേഷം കണ്ടെത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് അബ്രഹാമിന് ലഭിച്ച വാഗ്ദാനത്തിന്റെ നിവൃത്തി യേശുവിലാണ് പൂർത്തിയാകുന്നതെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഒന്നാമത് ഈ വംശാവലിയിൽ ഇങ്ങനെയുള്ള ഒരു കാര്യം ക്രമീകരിച്ചു വെച്ചിരിക്കുന്നത്. പിന്നീട് ദാവീദിന്റെ പുത്രൻ എന്നുകൂടെ ഇതിനകത്ത് പറയുന്നുണ്ട്. ദാവീദിനും ഇതുപോലെ ഒരു അരുളപ്പാട് ഉണ്ടായിരുന്നു.
ദാവീദിനോട് കർത്താവ് അരുളി ചെയ്യുന്നത് രാജാക്കന്മാരുടെ ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ കിടപ്പുണ്ട്. അതായത് നിന്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ ആൺപ്രജകൾ ഇല്ലാതെ ഇരിക്കുകയില്ല എന്ന് അരുളി ചെയ്യുന്നുണ്ട്. അത് പിന്നീട് യേശുവിലാണ് പൂർത്തിയാകുന്നത്. പിന്നീട് രാജപരമ്പര കാണുന്നില്ല എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ യേശുവാണ് പിന്നീട്. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഏറ്റവും അവസാനം വായിച്ച് വരുമ്പോ യാക്കോബ് മറിയയുടെ ഭർത്താവായ ജോസഫിനെ ജനിപ്പിച്ചു, അവളിൽ നിന്ന് ക്രിസ്തു എന്ന പേരുള്ള യേശു ജനിച്ചു. അതായത് ശരിക്കും ഈ ദാവീദിന്റെ സന്തതി പരമ്പരയിലെ കണ്ണിയാണ് യൗസേപ്പ്. യൗസേപ്പിന്റെ വളർത്തു മകനായിട്ട് യേശു ജനിക്കുന്നു. അതോടുകൂടെ ഈ സിംഹാസനത്തിന്റെ അവകാശിയായിട്ട് യേശു മാറ്റപ്പെട്ടു എന്ന് പിന്നീട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇതേപോലെ യാക്കോബിന്റെ 12 മക്കളിൽ യൂദായ്ക്കും ഇതുപോലെ ഒരു അനുഗ്രഹം ലഭിച്ചിട്ടുണ്ടായിരുന്നു, ഒരു വാഗ്ദാനം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 49 10 എടുത്ത് വായിക്കുമോ? ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം 10 വാക്യം. ഉൽപ്പത്തി 49 10. അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദായിൽ നിന്നും രാജദണ്ഡം അവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകയില്ല. ജാതികളുടെ അനുസരണം അവനോടാകും. മതി. അതായത് അവകാശി വരുവോളം ചെങ്കോലും കിരീടവും ആരിൽ നിന്ന് മാറിപ്പോകില്ലെന്ന് എഴുതി വെച്ചിരിക്കുന്നത് യഹൂദായിൽ നിന്ന്. അതായത് യൂദായുടെ വംശ പരമ്പരയാണ് പിന്നീട് അങ്ങോട്ട് രാജപരമ്പരകളായിട്ട് മാറുന്നത്. യൂദായുടെ സന്തതികളാണ് പിന്നീട് രാജാക്കന്മാരായിട്ട് മാറ്റപ്പെട്ടത്. അതുകൊണ്ടാണ് പിന്നീട് അങ്ങോട്ടുള്ള എല്ലാവരും രാജാക്കന്മാരാണ്. ദാവീദ് മുതൽ അങ്ങോട്ട് പിന്നീട് വായിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇസ്രായേലിലെ രാജാക്കന്മാരായിരുന്നു. ആ രാജപരമ്പരയിലാണ് യേശു വന്ന് ജനിക്കുന്നത്. അതുകൊണ്ട് യേശു ഒരു സാധാരണ മനുഷ്യനല്ല, യേശു രാജാവാണ് എന്നുകൂടെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വംശാവലി വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയിരിക്കുന്നത്. മൂന്നാമതായിട്ട് ഈ വംശാവലിയിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്ന 4 സ്ത്രീകളുണ്ട്. യഥാർത്ഥത്തിൽ യഹൂദന്മാരുടെ വംശാവലിയിലൊന്നും സ്ത്രീകളെ ഉൾപ്പെടുത്താറില്ല. എന്നാൽ വിശുദ്ധ മത്തായി ശ്ലീഹ 4 സ്ത്രീകളെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ 4 സ്ത്രീകളും വിജാതീയ സ്ത്രീകളാണ്. ഇവരാരും യഹൂദ സ്ത്രീകളായിരുന്നില്ല. അബ്രഹാമിന്റെ ഭാര്യ സാറായി ഉണ്ടായിരുന്നു, റബേക്ക ഉണ്ടായിരുന്നു, പിന്നീട് അങ്ങോട്ട് പ്രശസ്തരായ സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ പേരല്ല എവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഈ വംശാവലി ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതിലെ 1-ാമത്തെ സ്ത്രീ 3-ാമത്തെ വാക്യം, യഹൂദ താമാറിൽ പാരേസിനെയും സാരഹിനെയും ജനിപ്പിച്ചു. 1-ാമത്തെ സ്ത്രീയാണ് താമാർ. 2-ാമത്തെ സ്ത്രീ 5-ാമത്തെ വാക്യത്തിൽ ശൽമോൻ രാഹാബിൽ ബോവാസിനെ ജനിപ്പിച്ചു. അപ്പൊ 2-ാമത്തെ സ്ത്രീ രാഹാബാണ്. 5-ാമത്തെ വാക്യത്തിൽ തന്നെ 3-ാമത്തെ സ്ത്രീ ഉണ്ട്. ബോവാസ് രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു. രൂത്താണ് 3-ാമത്തെ സ്ത്രീ. 4-ാമത്തെ സ്ത്രീ 6-ാമത്തെ വാക്യം, ദാവീദ് ഊരിയാവിന്റെ ഭാര്യയായിരുന്നവളിൽ ശലോമോനെ ജനിപ്പിച്ചു. അപ്പോ ഇവിടെ പറയുന്നത് ഊരിയാവിന്റെ ഭാര്യയുടെ പേര് ബത്ശേബയാണ്. അപ്പൊ ഇങ്ങനെ 4 വിജാതീയ സ്ത്രീകളുടെ പേരുകൾ ഈ വംശാവലിയിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇവരെ പറ്റി കൂടുതലായിട്ട് പഠിക്കുമ്പോൾ ഒരിക്കലും യേശുവിന്റെ വംശാവലി ഗ്രന്ഥത്തിലോ അല്ലെങ്കിൽ ആ വംശാവലിയോ അല്ലെങ്കിൽ യേശുവിനോടോ ചേർത്ത് വെക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ജീവിത യാത്ര നടത്തിയവരായിരുന്നു ഇവർ ഓരോരുത്തരും. താമാറിനെ പറ്റി നമുക്കറിയാം. താമാറിന്റെ ഭർത്താവ് മരിക്കുമ്പോൾ പിന്നീട് 2-ാമത്തെ ആളെ കൊടുക്കുന്നുണ്ട്, യൂദ ഭർത്താവായിട്ട്. അവനും മരിക്കുകയല്ല, അവനിലൂടെ സന്തതി ഉണ്ടാകുന്നില്ല, അവനെ അത് സ്വീകരിക്കുന്നില്ല. 3-ാമത്തെ മകനും സ്വീകരിക്കുന്നില്ല. അവസാനം താമാറ് സ്വന്തം അമ്മായിയപ്പനെ ഒരു വേശ്യാസ്ത്രീയുടെ വേഷത്തിൽ ചെന്ന് ആ അമ്മായിയപ്പനിൽ നിന്ന്, യൂദായിൽ നിന്നാണ് 2 മക്കൾ ജനിക്കുന്നത്. അതാണ്ട് യഹൂദ താമാറിൽ പാരസിനെയും സാരഹിനെയും ജനിപ്പിച്ചു എന്ന് എഴുതി വെക്കുകയാണ്. അപ്പൊ അതൊരു നിന്ദ്യമായ ഒരു രീതിയിലാണ് അടുത്ത തലമുറയ്ക്ക് ജന്മം കൊടുക്കുന്നത്. പിന്നീട് നമുക്കറിയാം രാഹാബ് എന്ന് പറയുന്നത് യോശുവായുടെ പുസ്തകത്തിലാണ് നമ്മൾ ഈ രാഹാബിനെ കണ്ടെത്തുന്നത്. രാഹാബ് ആ കാലഘട്ടത്തിലെ ഒരു ടൗൺ പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു.
അതായത് ഒരു വേശ്യാസ്ത്രീയായിരുന്നു. അത്രമേൽ അഴുക്ക് നിറഞ്ഞൊരു ജീവിതത്തിന്റെ ഉടമയായിരുന്നു. എന്നാൽ എറിഹോ കോട്ട ഉറ്റുനോക്കാൻ വന്ന ആ യോശുവായുടെ സംഘത്തെ ഇവളാണ് സ്വീകരിക്കുകയും അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത് രാഹാബാണ്. അത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, പിന്നീട് ഈ രാഹാബ് ഒരു യഹൂദ പുരുഷനെ വിവാഹം ചെയ്യുകയും അങ്ങനെ ആ സന്തതി പരമ്പരയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുകയാണ്. പിന്നീട് വരുന്ന ആളാണ് രൂത്ത്. രൂത്തിനെ പറ്റി നമുക്കറിയാം. രൂത്ത് ഒരു മോവാബ്യ സ്ത്രീയാണ്. ആരാണ് മോവാബ്യർ എന്നൊക്കെ വേദപുസ്തകം പഠിച്ച് നമുക്ക് അറിവുള്ളതാണല്ലോ. മോവാബ്യർ എന്ന് പറയുന്നത് നോഹയുടെ പരമ്പരയിൽ വരുന്നതാണ്. നോഹയുടെ 2 പെൺമക്കൾ അവര് എന്താ ചെയ്യുന്നത്? നോഹയുടെ പരമ്പരയിൽ 2 പെൺമക്കൾ നോഹയുടെ കൂടെ നോഹ വീഞ്ഞു കുടിച്ച് കിടക്കുന്ന സമയത്ത് പിതാവിന്റെ കൂടെ ശയിച്ചിട്ടുണ്ടാകുന്ന മക്കളാണ് മോവാബും പിന്നെ പേരുണ്ട്. അങ്ങനെയാണ് മോവാബ്യർ ഉണ്ടാകുന്നത്. കൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെ ക്ഷമിക്കണം, നോഹയല്ല, ലോത്തിന്റെ മക്കൾ ഭർത്താക്കന്മാരില്ലാതിരുന്ന കാലഘട്ടത്തിൽ തന്റെ പിതാവിന്റെ കൂടെ പിതാവിനെ മദ്യം കൊടുത്ത് മയക്കി കിടത്തി പിതാവിന്റെ കൂടെ ശയിച്ചതിന് ശേഷം ഉണ്ടാകുന്ന മക്കളാണ് ഒന്ന് മോവാബ്, മറ്റത് പേര് ഞാൻ ഓർക്കുന്നില്ല, നമ്മൾ കണ്ടെത്തിയാൽ മതി. അപ്പൊ അതിന്റെ പരമ്പരയാണ് മോവാബ്യർ. ആ മോവാബ്യ ഗണത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് രൂത്ത്, വിജാതീയ സ്ത്രീയാണ്. അപ്പോ ഈ രൂത്ത് എലീമലേക്കിന്റെ മക്കൾ, ഈ മക്കളുടെ മൂത്ത മകന്റെ ഭാര്യയായിരുന്നു. പക്ഷെ ഭർത്താവ് മരിച്ചുപോയി. അങ്ങനെ മരിച്ചുപോയിട്ടും തന്റെ അമ്മായിയമ്മയോടുള്ള വിശ്വസ്തത നിമിത്തം അമ്മായിയമ്മയോട് ചേർന്ന് ജീവിക്കുകയും അവരോട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇനി മുതൽ നിന്റെ ദൈവമാണ് എൻ്റെ ദൈവം, നിന്റെ ദേശമാണ് എൻ്റെ ദേശം, നിന്റെ ചാർച്ചക്കാരാണ് എൻ്റെ ചാർച്ചക്കാര് എന്ന് പറഞ്ഞ് ആ അമ്മായിയമ്മയോട്, നവോമിയോട് ചേർന്ന് ജീവിതം പിന്നീട് സമർപ്പിക്കുകയും പിന്നീട് ബോവാസ് എന്ന് പറയുന്ന നവോമിയുടെ ഒരു ചാർച്ചക്കാരൻ യഹൂദനുമായി വിവാഹം കഴിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീയാണ് രൂത്ത്. അവസാനം ദാവീദ്, അത് പിന്നെ അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഊരിയാവിന്റെ ഭാര്യയായിരുന്നു ദാവീദ്. നമുക്കറിയാം ദാവീദ് വളരെ തെറ്റായ ഒരു രീതിയിലൂടെയാണ് ബത്സേബയെ തന്റെ ഭാര്യയായിട്ട് സ്വീകരിക്കുന്നത്. അവളെ കണ്ട് മോഹം ജനിക്കുകയും അവളോട് കൂടെ ശയിക്കുകയും അവള് ഗർഭിണിയായി തീരുമ്പോൾ ഊരിയാവിനെ കൊലപ്പെടുത്താനായിട്ട് ഉള്ള ക്രമീകരണങ്ങൾ ഒക്കെ ചെയ്ത് അങ്ങനെ ഒത്തിരി തിന്മ നിറഞ്ഞ വഴികളിലൂടെയാണ് ഭാര്യയെ സ്വീകരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് യേശുക്രിസ്തു ഇത്ര മോശമായിട്ടുള്ള സ്ത്രീകളെയും മോശം ചുറ്റുപാടിലൂടെ കടന്നുപോയവരെയൊക്കെ ഈ വംശാവലിയിൽ ചേർത്ത് വെച്ചിരിക്കുന്നത്? അതിന് നമുക്ക് ഉള്ള ഏക ഉത്തരം എന്ന് പറയുന്നത്, യേശുക്രിസ്തു അനുദപിച്ച് മാനസാന്തരപ്പെടുന്ന എല്ലാവരെയും തന്നോട് ചേർത്ത് വെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവനാണ്. ഇവരുടെ എല്ലാം ജീവിതം എടുത്ത് നോക്കിയാൽ മതി. താമാർ ഇത് ഒരു ജഡീക മോഹം കൊണ്ട് ചെയ്തതല്ല. ഭർത്താവ് മരിക്കുമ്പോൾ പിന്നീട് അവൾക്കൊരു തലമുറ ഉണ്ടാകാൻ വേണ്ടി ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഇത് ചെയ്യുന്നത്. അത് ചെയ്തതിന് ശേഷം വീണ്ടും അവൾ ഈ ഒരു പ്രവർത്തിക്ക് പോകുന്നില്ല. പിന്നീട് അവളുടെ ആ ഒരു തിന്മയെ ഓർത്തവള് അനുദപിക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് താമാറിനെ യേശു ഈ വംശാവലി ഗ്രന്ഥത്തിൽ ചേർത്ത് വെച്ചിരിക്കുന്നത്. രണ്ടാമത് രാഹാബ്. രാഹാബ് എന്ന വേശ്യാ സ്ത്രീ ഈ എറിഹോ കോട്ട പിടിച്ചടക്കപ്പെട്ടതിന് ശേഷം അവൾ ആ തിന്മ നിറഞ്ഞ ജീവിതം ഉപേക്ഷിക്കുക. യഹോവയായ ദൈവത്തിന്റെ കൽപ്പനകൾ കേൾക്കുമ്പോൾ ആ കൽപ്പനകൾക്കനുസരിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്ന സ്ത്രീയായിട്ട് രാഹാബ് പഴയകാല വേശ്യ രൂപാന്തരപ്പെട്ട് കഴിയുമ്പോൾ യേശു അവന്റെ ചങ്കിലേക്ക് ചേർത്ത് വെക്കുകയാണ് രാഹാബിനെ. അതുകൊണ്ടാണ് തന്റെ മുത്തശ്ശിയായിട്ട് രാഹാബിനെയും താമാറിനെയും ഒക്കെ എഴുതി വെക്കാൻ ഒരു മടിയും ആര് കാണിക്കാത്തത്? യേശു കാണിക്കാത്തത്. രൂത്ത് അവളുടെ വിശ്വസ്തത കൊണ്ടാണ് അങ്ങനെയായിത്തീരുന്നത്. ദാവീദ്, ബത്സേബ, നമുക്കറിയാം ദാവീദിന്റെ വലിയ ഒരു അനുതാപം അവിടെ ഉണ്ടാകുന്നുണ്ട്. 51-ാം സങ്കീർത്തനത്തിലൊക്കെ വലിയ വായിൽ നിലവിളിച്ചുകൊണ്ട് ദൈവത്തോട് ഞാൻ തെറ്റ് ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണം, എൻ്റെ പാപം മായിച്ചു കളയണം എന്നൊക്കെയുള്ള അനുതാപപൂർവമായ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയാണ് ബത്സേബ എന്ന സ്ത്രീയെയും ഇതിനകത്തേക്ക് ചേർത്ത് വെക്കുവാനായിട്ട് യേശു തീർച്ചയായിട്ടും വിശുദ്ധ മത്തായി ശ്ലീഹായുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവിലൂടെ ഒരു ചിന്ത
പകർന്നു വയ്ക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത് മാത്രമല്ല, ആ കാലഘട്ടത്തിൽ യഹൂദന്മാർ വിജാതീയരെ കാണുന്നത് തന്നെ നമുക്കറിയാം നായ്ക്കൾക്ക് തുല്യമായിട്ടാണ്. അവരുടെ യഹൂദന്മാരുടെ ദേവാലയത്തിൽ പ്രവേശിക്കാൻ അനുമതിയില്ല, യഹൂദന്മാരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അനുമതിയില്ല. അങ്ങനെ അവരെ ഒരു ഏറ്റവും തരം താഴ്ന്ന രീതിയിൽ കണ്ടുകൊണ്ടിരുന്ന ഒരു സമൂഹത്തിന്റെ മധ്യയാണ് യേശുവിന്റെ ഈ വംശാവലിയിൽ ഇങ്ങനെ വിജാതീയ സ്ത്രീകളെ ചേർത്ത് വെക്കുന്നത്. ഇതെല്ലാം അത് വെളിപ്പെടുത്തുന്നത് പാപികളെയും വിജാതീയരെയും എല്ലാം തൻ്റെ ജീവിതത്തോട് ചേർത്ത് പിടിക്കുന്ന യേശുവിനെയാണ് ഈ വംശാവലിയിൽ കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന യേശുവിനെ കാണിച്ചു തരാൻ കൂടെയാണ് ഈ വംശാവലി കർത്താവ് എഴുതി വച്ചിരിക്കുന്നത്. അനുദപിക്കുന്ന പാപിയെ സ്വീകരിക്കുന്ന, വിജാതീയനെന്ന മുദ്രകുത്തി അവനും സത്യദൈവത്തെ അറിഞ്ഞ് വരുമ്പോ അവനെയും സ്വീകരിക്കുന്ന ഒരു ദൈവമാണ് യേശു എന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കാൻ കൂടെയാണ് പ്രിയപ്പെട്ടവരെ സുവിശേഷത്തിന്റെ ആരംഭത്തിൽ തന്നെ ഇങ്ങനെ കർത്താവ് ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് വായിക്കുമ്പോൾ 18 മുതലുള്ള വാക്യങ്ങൾ യേശുക്രിസ്തുവിന്റെ ജനനത്തെ പറ്റിയാണ് പിന്നീട് എഴുതി വെക്കുന്നത്. ഒന്ന് വായിക്കാമോ 18 മുതലുള്ള വാക്യങ്ങൾ? എന്നാൽ യേശു ക്രിസ്തുവിന്റെ ജനനം ഈ വണ്ണമായിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസഫേ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപാദനമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുകൊണ്ട് നീ അവനെ യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞു. കന്യ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കുമെന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. യോസഫ് ഉറക്കമുണർന്നു, കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ച പോലെ ചെയ്തു. ഭാര്യയെ ചേർത്തുകൊണ്ട് മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചു. അവൻ യേശു എന്ന് പേർ വിളിച്ചു. പരിഗ്രഹിച്ചില്ല എന്നാണ്, പരിഗ്രഹിച്ചു എന്നല്ല, പരിഗ്രഹിച്ചില്ല. അവൻ യേശു എന്ന് പേർ വിളിച്ചു. ഓക്കെ. പിന്നെ പ്രിയപ്പെട്ടവരെ, ഇതിനകത്തേക്ക് ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാം കന്യക മറിയാമിന്റെ ജീവിതത്തിൽ ഒരു പ്രയാസം, ഒരു പ്രതിസന്ധി ഉണ്ടാവുകയാണ്. അതായത് പരിശുദ്ധാത്മാവിലൂടെ അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രത്യേകമായ ഒരു ഇടപെടലിലൂടെ യൗസേപ്പിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട കന്യകയായിരിക്കുന്ന മറിയം ഗർഭിണിയായി തീരുന്നു എന്ന് കേൾക്കുമ്പോൾ നീതിമാനായ യൗസേപ്പ് അവൾക്ക് ലോകാപവാദം വരുത്താതിരിക്കുന്നതിന് വേണ്ടി അവളെ ഗൂഢമായിട്ട് ഉപേക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ പ്രിയപ്പെട്ടവരെ, യൗസേപ്പിനെ പറ്റി ഇവിടെ എഴുതി വച്ചിരിക്കുകയാണ് നീതിമാനായ യൗസേപ്പ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ നീതിമാൻ എന്ന് വിശേഷിപ്പിക്കുന്നത്? അദ്ദേഹത്തിന്റെ ജീവിതത്തെ പറ്റി ഒന്നും ആഴമായിട്ടൊന്നും എവിടെയും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെതായിട്ട് ഒരു വാക്ക് പോലും, യേശുവിന്റെ വളർത്തുപിതാവായിട്ട് പോലും അദ്ദേഹത്തിന്റെ ഒരു വാക്ക് പോലും എവിടെ എഴുതി വെച്ചിട്ടില്ല. ഈ സുവിശേഷത്തിൽ ഒരിടത്ത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് വിശുദ്ധ മത്തായിയുടെയും മറ്റ് സ്ലീഹന്മാരുടെയും ഒക്കെ ഉള്ളിൽ, അല്ലെങ്കിൽ സുവിശേഷകരുടെയൊക്കെ ഉള്ളിൽ കൊടുത്തൊരു ബോധ്യമാണ് യൗസേപ്പ് ആരായിരുന്നു? നീതിമാനാണ്. പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിലെ നീതിമാന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് അപവാദം വരുത്താതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം നടത്തുന്ന, അല്ലെങ്കിൽ അവരെ പൊതിഞ്ഞു പിടിക്കുന്ന ഒരു മനുഷ്യനെയാണ് നീതിമാൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. കന്യക മറിയാമിനെ ആ സമയത്ത് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഉപേക്ഷിക്കാമായിരുന്നു. അതായത് 2-3 കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. ഒന്നാമത്, കന്യക മറിയാമിനെ ആരാണോ തന്നെ ഏൽപ്പിച്ചത് അവർക്ക് തിരിച്ചേൽപ്പിക്കാമായിരുന്നു. യഹൂദ പുരോഹിതന്മാരാണ് യൗസേപ്പിനെ ഏൽപ്പിക്കുന്നത്, തിരിച്ചവിടെ ഏൽപ്പിക്കാമായിരുന്നു. അവളിലുള്ള കുറ്റം അവരോട് പറഞ്ഞ് അവൾക്ക് തക്കതായി ശിക്ഷ വാങ്ങിക്കൊടുക്കാമായിരുന്നു. പക്ഷെ അദ്ദേഹം അങ്ങനെ ചെയ്യുന്നില്ല. രണ്ടാമത്, കന്യക മറിയാമിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഉപേക്ഷിക്കാമായിരുന്നു, അതും അദ്ദേഹം ചെയ്യുന്നില്ല. മൂന്നാമത് പറയുകയാണ്, അവളെ ഗൂഢമായി ഉപേക്ഷിക്കാനായിട്ട് തീരുമാനിച്ചു. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ പ്രവൃത്തി ചെയ്തായിരുന്നെങ്കിൽ കന്യക മറിയാമിന് വന്നു ചേരാൻ ഉണ്ടായിരുന്ന സാഹചര്യം എന്ന് പറയുന്നത് മരണമാണ്. അതായത് ഒരു വിവാഹ സ്പർശമേൽക്കാത്ത ഒരു യഹൂദ കന്യക
അത് തെറ്റായ മാർഗത്തിലൂടെ ഗർഭവതിയായി കഴിഞ്ഞാൽ അവളെ മോശയുടെ ന്യായപ്രമാണ പ്രകാരം കല്ലെറിഞ്ഞു കൊല്ലാനുള്ള അനുവാദം യഹൂദന്മാർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ കല്ലേറ് കൊണ്ട് മരിക്കാനുള്ള ഒരു സാഹചര്യം കന്യകമറിയാമിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ചന്തസ്ഥലത്ത് വെച്ച് ദാനിയേൽ പൂർണ്ണത്തിൽ വെച്ച് അച്ഛന്റെ ഒരു ക്ലാസ് കേട്ടപ്പോൾ അദ്ദേഹം അതിനകത്തൊരു ഇങ്ങനെ ഒരു വ്യാഖ്യാനം കൊടുക്കുന്നത് കേൾക്കാനായിട്ട് സാധിച്ചു. ചന്തസ്ഥലത്ത് കുന്തങ്ങൾ കുത്തി നിർത്തി ആ കുന്തമുനയിൽ ഈ ആളെ കോർത്ത് നിർത്തി അങ്ങനെ മരണത്തിലേക്ക് നയിക്കാനായിട്ടുള്ള സാഹചര്യവും കന്യകമറിയാമിന് ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ മരണമായിരുന്നു എന്തായാലും ആരുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്? കന്യകമറിയാമിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹം കന്യകമറിയാമിനെ മരണത്തിന് വിട്ടുകൊടുക്കാതിരിക്കാൻ വേണ്ടി ഒരു പ്രൊട്ടക്ഷൻ നടത്തുന്നുണ്ട്. രണ്ടാമത് കന്യകമറിയാമിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഉപേക്ഷിക്കുക എന്നുള്ളതായിരുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോഴും എന്താണ് സംഭവിക്കുന്നത്? കന്യകമറിയാമിനെ എവിടെയെങ്കിലും കൊണ്ട് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ വിവാഹത്തിന് വേണ്ടി ഉള്ള ഡേറ്റ് ഒക്കെ തീരുമാനിച്ചിട്ടാണ് അദ്ദേഹത്തിന് വിവാഹ നിശ്ചയം ചെയ്തു കൊടുത്തിരിക്കുന്നത്. അപ്പൊ കന്യകമറിയാം എവിടെ എന്ന് ചോദിക്കുമ്പോൾ നീതിമാൻ എന്നാണ് അദ്ദേഹത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സത്യം വിളിച്ചു പറയേണ്ടി വരും. അങ്ങനെ കന്യകമറിയാമിനെ പറ്റിയുള്ള വാർത്തകൾ ലോകമാസകലം പരക്കാനും അവളെ പിന്നീട് പിടിക്കപ്പെട്ട് അവളെ കൊന്നുകളയാനൊക്കെ ഉള്ള സാധ്യത ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമ്മളെ ഉപേക്ഷിക്കാതെ ഇരിക്കുന്നത്. പിന്നീട് നമുക്കിത് വായിക്കുമ്പോൾ നമുക്ക് തോന്നുമായിരിക്കും ഗൂഢമായി ഉപേക്ഷിക്കാൻ ഭാവിച്ചു എന്ന് പറയുമ്പോൾ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൂടെ പള്ളിയിൽ ഇതിനോട് ബന്ധപ്പെട്ട ഏതെങ്കിലും വന്ന സമയത്ത് പ്രസംഗത്തിൽ സൂചിപ്പിച്ചതാണ്. കന്യകമറിയാമിനെ ഗൂഢമായിട്ട് ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ കന്യകമറിയാമിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഉപേക്ഷിക്കുക എന്നുള്ളതല്ല, മറിച്ച് യൗസേപ്പ് എന്ന മനുഷ്യൻ കന്യകമറിയാമിനെ ആ നാട്ടിൽ തന്നെ നിർത്തിയിട്ട് അദ്ദേഹം സ്വന്തം നാടിനോടും സ്വന്തം ദേശത്തോടും ബന്ധുമിത്രാദികളോടും എല്ലാം വിട പറഞ്ഞ് ആരും അറിയാത്തൊരിടത്തേക്ക് അദ്ദേഹം പലായനം ചെയ്യാനായിട്ടുള്ള തീരുമാനം എടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് എന്താ മെച്ചമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം കന്യകമറിയാം ഗർഭവതിയായിരിക്കുകയാണ്. വിവാഹ നിശ്ചയം കഴിഞ്ഞവളുമാണ് യൗസേപ്പിന്. അപ്പൊ യൗസേപ്പ് അവിടുന്ന് ആ നാട് വിട്ടുപോയി കഴിഞ്ഞാൽ അവിടെയുള്ളവരെല്ലാവരും എന്ത് വിശ്വസിക്കും? യൗസേപ്പ് വിവാഹത്തിന് മുമ്പേ കന്യകമറിയാമിനെ ഉപയോഗിച്ച് അവളെ ഗർഭവതി ആക്കി അവനെ ഈ നാട് വിട്ടുപോയി എന്ന് ഒരു സംസാരം ഉണ്ടാകും. അവിടെ കന്യകമറിയാം സുരക്ഷിതയാകും, യൗസേപ്പ് നാട് വിട്ടു പോകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഒരു പക്ഷെ ചീത്തയായിട്ട് അറിയപ്പെടാനായിട്ടുള്ള സാധ്യതയും ഉണ്ട്. പ്രിയപ്പെട്ടവരെ, വേദപണ്ഡിതന്മാരുടെയൊക്കെ അഭിപ്രായത്തിൽ ഈ മൂന്നാമത്തെ രീതിയാണ് യൗസേപ്പ് അവലംബിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നീതിമാൻ എന്ന് പ്രത്യേകമായിട്ട് ഇവിടെ സുവിശേഷത്തിൽ അദ്ദേഹത്തിന്റെ പേര് പറയുന്നതിന് മുൻപ് എഴുതി വെച്ചിരിക്കുന്നത്. അതായത് ഒരാൾക്ക് വരണ്ട അപവാദത്തിന്റെ അല്ലെങ്കിൽ നാണക്കേടിന്റെ അല്ലെങ്കിൽ എന്താ പറയുക, ജീവിതത്തിന്റെ എല്ലാ തകർച്ചകളും എല്ലാ ദുഃഖങ്ങളും സ്വന്തം ചുമലിൽ ഏറ്റി അങ്ങനെ ജീവിക്കാനുള്ള ഒരു മനസ്സിലേക്ക് ആര് ഉയർന്നു വരികയാണ്? യൗസേപ്പ് ഉയർന്നു വരിക. ഇനി നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന്റെ വിളി എന്താണ്? യേശു ക്രിസ്തുവിന്റെ വളർത്ത് പിതാവാകാനുള്ള വിളിയാണ്. ഒന്നാലോചിച്ചു, യേശു എന്തിനാ ഈ ലോകത്തിലേക്ക് വരുന്നത്? യേശു ഈ ലോകത്തിലേക്ക് വരുന്നത് മാനവകുലത്തിന്റെ പാപം മുഴുവനും, അതായത് മനുഷ്യന് വരേണ്ട കഷ്ടതകളും വേദനകളും അപമാനങ്ങളും ദുരിതങ്ങളും എല്ലാം സ്വന്തം ചുമലിൽ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് ആര് ഈ ലോകത്തിലേക്ക് വരുന്നത്? യേശു വരുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ യേശുവിനെ ആദ്യം കാണുമ്പോൾ പറയുന്നത് എങ്ങനെയാണ്? ഇതാ ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ഒരു ദൈവപുത്രനെ വളർത്താനുള്ള നിയോഗം ആർക്കാ കിട്ടിയത്? സ്വന്തം പേരിൽ അപവാദങ്ങൾ ഏറ്റെടുക്കാൻ, മറ്റുള്ളവരുടെ പാപങ്ങൾ സ്വന്തം ചുമലിൽ വഹിക്കാൻ വലിയ തുറവിയുണ്ടായിരുന്ന, അത്രമേൽ എളിമയും വിശ്വസ്തതയും ഉണ്ടായിരുന്ന ഒരു പിതാവിനെയാണ് ആര് തെരഞ്ഞെടുക്കുന്നത്? ദൈവപിതാവ് യേശുക്രിസ്തുവിന്റെ വളർത്തു പിതാവായിട്ട് തെരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാ തെരഞ്ഞെടുപ്പുകളുടെയും ഒക്കെ അടിസ്ഥാനം, ഇങ്ങനെ കുറെ അടിസ്ഥാനങ്ങളുണ്ട്. യേശു ശിഷ്യന്മാരെ വിളിക്കുമ്പോഴൊക്കെ ഇതിന്റെ ഓരോ അടിസ്ഥാനത്തിലാണ് ഓരോരുത്തരെയും വിളിക്കുന്നത്. വെറുതെ അല്ല.
മുഖം നോക്കിയല്ല കർത്താവ് വിളിക്കുന്നത്, ഹൃദയം നോക്കിയാണ് കർത്താവ് വിളിക്കുന്നത്. അപ്പൊ യൗസേപ്പിന്റെ ഹൃദയം ദൈവത്തിന് നേരത്തെ അറിയാമായിരുന്നു. ഇങ്ങനെയൊക്കെ യൗസേപ്പ് ചെയ്യൂ എന്ന് ആർക്കറിയാമായിരുന്നു? തീർച്ചയായിട്ടും യേശു ക്രിസ്തു അല്ലെങ്കിൽ ദൈവപിതാവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എത്രയോ വലിയൊരു ഉദാത്തമായ മാതൃകയാണ് നീതിമാനായ യൗസേപ്പ് എന്ന് നാം മനസ്സിലാക്കേണ്ടി ഇരിക്കണം. അങ്ങനെ മനസ്സിലാക്കണം. യേശുവിന്റെ വളർത്ത പിതാവാകാൻ എന്തുകൊണ്ടും അനുയോജ്യനായ യോഗ്യനായ ഒരു മനുഷ്യനെയാണ് ഈ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ ആദ്യത്തെ ഈ ഭാഗങ്ങളിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. ഇത്രയുമാണ് ഈ 1-ാം അധ്യായത്തിൽ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിന്റെ അളവറ്റ കരുണയാൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ ആരംഭ അധ്യായം നമുക്ക് ചിന്തിക്കുവാനും അതിലൂടെ കുറെ ഉൾക്കാഴ്ചകൾ ലഭിക്കുവാനും ഇടയായി തീർന്നു. ദൈവത്തെ നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. അടുത്തതായി നമ്മൾ നേരത്തെ പഠിച്ചതിന്റെ സങ്കീർത്തനം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അതിലെ 31-ാം സങ്കീർത്തനം വരെയാണ് നമ്മൾ നോക്കിയിരുന്നത്. 32-ാം സങ്കീർത്തനമാണ് ഇന്ന് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിലെ ആദ്യത്തെ ഒരു 2 വാക്യങ്ങൾ വായിക്കാമോ? 32-ാം സങ്കീർത്തനം. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചു കെട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കെട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. 2 തരത്തിലുള്ള മനുഷ്യന്മാരെ പറ്റി, അവരെ ഭാഗ്യവാൻ എന്നുള്ള വിശേഷണത്തോടു കൂടെ ഈ സങ്കീർത്തനം ആരംഭിക്കുകയാണ്. ദാവീദിന്റെ ഒരു ധ്യാനം എന്നാണ് ഈ സങ്കീർത്തനത്തിന്റെ ഹെഡിങ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദാവീദ് എഴുതി എന്ന് വിശ്വസിക്കുന്നു. അപ്പോ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അതായത് 2 പേരാണ്, 2 ഭാഗ്യവാന്മാരെ പറ്റിയാണ് പറയുന്നത്. ഒന്ന്, ദൈവം പാപം മറച്ചു പിടിച്ച, പാപം ക്ഷമിച്ച മനുഷ്യൻ. 2, കാപട്യമില്ലാത്ത മനുഷ്യൻ. ഇവര് ഭാഗ്യവാന്മാരെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആർക്കാണ് ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടുന്നത്? ആർക്കാണ്? പറയാമോ? കുമ്പസാരിച്ചു കുർബാന. അത് പഴയ നിയമത്തിൽ കുമ്പസാരവും കുർബാനയും ഇല്ലായിരുന്നു. എന്നാൽ ആ കാലഘട്ടത്തിലാണ് ഇത് പറയുന്നത്. പക്ഷേ അതിന്റെ ആന്റി പറഞ്ഞത് വളരെ ശരിയാണ്. ആ കാലഘട്ടത്തിൽ കുമ്പസാരം എന്ന ഒരു ക്രമീകരണം ഇല്ലെങ്കിലും അവർക്ക് വ്യക്തിപരമായി അവരുടെ പാപം ദൈവത്തോട് ഏറ്റു പറയാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അതായത് മാനസാന്തരത്തിന്റെ അനുഭവം ഉണ്ടായിരുന്നു. അത് 5-ാമത്തെ വാക്യം വായിച്ചു നോക്കിയ. 5-ാമത്തെ വാക്യം. ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ അകൃത്യം മറച്ചതുമില്ല. എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. കണ്ടോ? അതായത് ദാവീദ് തന്നെ പറയുകയാണ്, ആർക്കാണ് ലംഘനം ക്ഷമിച്ചും പാപം മറച്ചു കിട്ടിയത്? ദാവീദിന്റെ തന്നെ അനുഭവമാണത്. അങ്ങനെ കിട്ടിയവൻ ഭാഗ്യവാൻ എന്ന് പറയുകയാണ്. ദാവീദ് എന്തുമാത്രം വലിയ തെറ്റുകളിലൂടെ പോയ മനുഷ്യന്. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തില്ല? നാഥാൻ പ്രവാചകനിലൂടെ അദ്ദേഹത്തിന്റെ പാപത്തിലേക്ക് ദൈവം വിരൽ ചൂണ്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചു. അതായത് ഉൽപ്പത്തി പുസ്തകത്തിൽ ആദം ന്യായീകരിക്കാൻ ശ്രമിച്ചു. നീ തന്ന ഈ സ്ത്രീ നിമിത്തമാണിത് സംഭവിച്ചത്. ഹവ്വ പറഞ്ഞു, ഈ പാമ്പാണ് എന്നെ ചതിച്ചു കളഞ്ഞത്. എന്നാലും ഒരു സമ്മതിച്ചോ, എന്റെ തെറ്റാണ് ദൈവമേ, നീ പറഞ്ഞു എന്നെങ്കിലും ഞാനത് ചെയ്തില്ല എന്ന് പറയാനുള്ള ഒരു എളിമയോ അല്ലെങ്കിൽ പാപം സമ്മതിക്കാനുള്ള ഒരു വിനയമോ അവർക്ക് ഇല്ലായിരുന്നു. ന്യായീകരിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ദാവീദിന്റെ അടുക്കൽ നാഥാൻ വന്ന് നീയാണ് ആ പാപി എന്ന് പറയുമ്പോൾ അദ്ദേഹം അതിനെ എതിർത്ത് പറയുന്നുണ്ടോ? ഇല്ല. ആ സമയത്ത് തന്നെ രാജവസ്ത്രം കീറി ഇരട്ടിലും വെണ്ണീരിലും ഇരുന്ന വലിയ കണ്ണുനീരോടും വിലാപത്തോടും കൂടെ അദ്ദേഹം ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഏറ്റു പറയുന്നവനാണ് എന്ത് ലഭിക്കുന്നത്? ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? പാപം ചെയ്യുക എന്നുള്ളത് മനുഷ്യ ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള കാര്യമാണ്. ഒരു മനുഷ്യനും പാപമില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് യേശുക്രിസ്തു ഒഴികെ ഈ ലോകത്ത് ജനിച്ച ആർക്കും പാപമില്ലാതിരിക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പാപം വന്നു പോയാൽ
അത് ക്ഷമിക്കപ്പെടണമെങ്കിൽ, ലംഘനം മറയ്ക്കപ്പെടണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ, അത് അംഗീകരിക്കണം, ദൈവസന്നിധിയിൽ ഏറ്റുപറയണം. പഴയ നിയമത്തിൽ അത് നേരിട്ട് ദൈവത്തോട് ഏറ്റുപറയുകയായിരുന്നെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോ എന്താണ്, കുമ്പസാര പിതാവിന്റെ അടുക്കൽ വന്ന് അല്ലെങ്കിൽ പുരോഹിതന്റെ അടുക്കൽ വന്ന് കുമ്പസാരത്തിലൂടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോഴാണ് എന്ത് ഭാഗ്യാവസ്ഥയിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുക. ആദ്യത്തെ ഭാഗ്യാവസ്ഥ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ എന്നുള്ള അവസ്ഥയിലേക്ക് പ്രവേശിക്കാനായിട്ട് നമുക്ക് സാധിക്കുക. രണ്ടാമത് പറയുകയാണ്, യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അതായത് കാപട്യമില്ലാതിരിക്കുന്ന മനുഷ്യനെ പറ്റി ഭാഗ്യവാൻ എന്ന് പറയുകയാണ്. യേശു നഥാനിയേലിനെ കാണുമ്പോ എന്താ പറയുന്നത്? നഥാനിയേലിനെ ഫിലിപ്പോസ് കൊണ്ടുപോയി പരിചയപ്പെടുത്തുമ്പോ എന്താ യേശു നഥാനിയേലിനെ കാണുമ്പോ എന്താ പറയുന്നത്? എല്ലാ വർഷവും നമ്മൾ എവങ്കേലിയനിൽ വായിക്കുകയും ഇതാ ഇവൻ സാക്ഷാൽ ഇസ്രായേലിൽ, ഇവനിൽ എന്തില്ല? കപടമില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, പരീശന്മാരെയും സാധൂക്യന്മാരെയും പറ്റി യേശു സുവിശേഷത്തിൽ അവരെ ശാസിച്ചുകൊണ്ട് പറയുന്നുണ്ട്, കപടഭക്തരെ നിങ്ങൾക്ക് ഹാ കഷ്ടം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്താ ഈ കാപട്യം? നമുക്കറിയാലോ. അതായത് മുഖത്ത് ചിരിയുള്ളപ്പോഴും ഉള്ളിൽ വെറുപ്പും വിദ്വേഷവും കാത്തു സൂക്ഷിക്കുന്ന മനുഷ്യനെ കാപട്യമുള്ള മനുഷ്യനെന്ന് പറയുവാനായിട്ട് സാധിക്കും. അതായത് നാവുകളിൽ തേനിനോട് ഒത്ത വാക്കുകൾ, ഉപ്പുകൊണ്ട് രസം വരുത്തിയ വാക്കുകൾ പറയുമ്പോഴും ഉള്ളിൽ വെറുപ്പും വിദ്വേഷവും പകയും പിണക്കവും വെച്ച് സൂക്ഷിക്കുന്ന മനുഷ്യനെ എന്ത് പറയാനായിട്ട് സാധിക്കും? കാപട്യമുള്ള മനുഷ്യൻ എന്ന് പറയുവാനായിട്ട് സാധിക്കും. വേദപുസ്തകത്തിൽ നിങ്ങൾ എവിടെ വേണമെങ്കിലും വായിച്ചോ, കാപട്യമുള്ള മനുഷ്യനോട് കർത്താവ് ശക്തമായിട്ട് അവനോട് എതിര് നിൽക്കുന്നത് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കപട ഹൃദയമുള്ള മനുഷ്യരാണെങ്കിൽ ആ കാപട്യം നമ്മൾ ഉപേക്ഷിക്കണം. നമ്മുടെ അകവും പുറവും ഒക്കെ ഒരേപോലെ ആയിത്തീരണം. ഞങ്ങൾ സെമിനാരിയിൽ ലീവൊക്കെ കഴിഞ്ഞ് പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞങ്ങളുടെ അന്ന് പ്രധാന അധ്യാപകര് ഞങ്ങൾക്ക് ഒരു മെസ്സേജ് തന്നിട്ടാണ്, അന്ന് ഒരു സന്ധ്യാപ്രാർത്ഥനയോട് കൂടിയാണ് പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നത്. മെസ്സേജ് തന്നിട്ടാണ് പിന്നീട് സന്ധ്യാപ്രാർത്ഥനയും പിന്നെ ആ അധ്യയന വർഷം ആരംഭിക്കുന്നത്. അപ്പോൾ ഒരു അധ്യയന വർഷത്തിൽ അന്ന് ജേക്കബ് കുര്യൻ അച്ഛനാണ് ഞങ്ങളുടെ പ്രിൻസിപ്പള്. അച്ഛന് പറഞ്ഞ ആ ഒരു അധ്യയന വർഷത്തിന്റെ ആരംഭത്തിൽ ഞങ്ങൾക്ക് തന്ന ഒരു ഉപദേശത്തിന്റെ ആ ഒരു വാക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു വചനം എങ്ങനെയാണ്? അകവും പുറവും തമ്മിലുള്ള ദൂരം കുറഞ്ഞിരിക്കണം. എന്താണ്? അകവും പുറവും തമ്മിലുള്ള ദൂരം കുറഞ്ഞിരിക്കണം. അതായത് ഉള്ളിലുള്ളതും പുറമേ ഉള്ളതും തമ്മിലുള്ളത് വലിയ വ്യത്യാസം ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് കാപട്യമുള്ള മനുഷ്യരായി മാറരുത് എന്ന് അദ്ദേഹം ഞങ്ങളോട് പഠിപ്പിക്കുകയാണ് ചെയ്തത് ആ ഒരു വാക്യത്തിലൂടെ. നമ്മുടെ പ്രിയപ്പെട്ടവരെ, അകവും പുറവും തമ്മിലുള്ള ദൂരം കുറഞ്ഞവരായി ജീവിക്കുന്നവരെയാണ് യേശുവിന് ഇഷ്ടം. യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നത് കാപട്യമുള്ളവരായിരുന്നില്ല, നിഷ്കളങ്കരായ മനുഷ്യരായിരുന്നു. അതുകൊണ്ട് യേശു അവരെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ശിശുക്കൾ എന്നൊക്കെയാണ് അവരെ യേശു വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതൊരു ഭാഗ്യാവസ്ഥയാണ്. മേരിയാന്റെ ആ മൈക്കൊന്ന് ഓഫ് ചെയ്ത് വെച്ച് പ്രിയപ്പെട്ടവരെ, അപ്പൊ അതുകൊണ്ട് ദൈവസന്നദ്ധിയിൽ ഭാഗ്യാവസ്ഥയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ മതി. ഒന്ന്, കാപട്യമില്ലാത്തവരായി ജീവിച്ചാൽ മതി. രണ്ടാമത്, കർത്താവ് പറയുകയാണ്, പാപവും അകൃത്യവും ഏറ്റുപറയുന്നവരായി അത് അംഗീകരിക്കുന്നവരായി ജീവിച്ചാൽ മതി. പിന്നീട് പറയുകയാണ് മൂന്നാമത്തെ വാക്യം മുതൽ, ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായി ഞെരുക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്തൻ എന്ന പോലെ വറ്റിപ്പോയി. അതായത് ഈ മൂന്നും നാലും വാക്യങ്ങൾ യഹോവയോട് അകൃത്യം ഏറ്റുപറയാതിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന വേദനകൾ അദ്ദേഹം വിവരിക്കുകയാണ്. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ, അതായത് എൻ്റെ പാപം ഞാൻ അംഗീകരിക്കാതെ ദൈവത്തോട് ഏറ്റുപറയാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു.
അതുകൊണ്ടാണ് യെശയ്യാവിന്റെ ആദ്യ ഭാഗത്ത് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, അകൃത്യഭാരം ചുമക്കുന്ന ജനം. അപ്പൊ വലിയ ഭാരമായിരുന്നു ജീവിതത്തിൽ. പിന്നീട് പറയുകയാണ്, എന്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. ജീവിതത്തിൽ തകർച്ചകളും വേദനകളും അദ്ദേഹത്തിന് കടന്നു വരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സദൃശ്യവാക്യം 28-ാം അധ്യായം 13-ാമത്തെ വാക്യം എടുത്ത് വായിക്കാമോ? സദൃശ്യവാക്യം 28:13. 28:13 വായിച്ചേ. സദൃശ്യവാക്യം 28-ാം അധ്യായം 13-ാമത്തെ വാക്യം. തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. അത് സത്യം തന്നെയാണ്. പാപം മറച്ചു വെച്ചാൽ ഐശ്വര്യം ഉണ്ടാവില്ല, ശുഭം ആയിത്തീരുവോ? ശുഭമായിട്ടുള്ളൊരു പര്യവസാനം ഉണ്ടാവില്ല. അതുപോലെ വലിയ തകർച്ചകളും വേദനകളും ആ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. എന്നാൽ പിന്നീട് എന്താ പറയുന്നത്? അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സങ്കീർത്തനത്തിലും അത് കണ്ടെത്താനായിട്ട് സാധിക്കും. നമ്മൾ പിന്നെ 6 മുതലുള്ള വാക്യം വായിക്കാമോ? ഈ പാപം ഏറ്റു പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് 32-ാം സങ്കീർത്തനം 6 മുതൽ വായിക്കാമോ? 32-ാം സങ്കീർത്തനം 6 മുതൽ. പാപം ഏറ്റു പറഞ്ഞതിന് ശേഷം എന്താ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ? ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവന്റെ അടുക്കലോളം എത്തുകയില്ല. നീ എനിക്ക് മറവിടമാകുന്നു, നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. നിങ്ങൾ മതി. അതായത് 5-ാമത്തെ വാക്യത്തിൽ പാപവും അകൃത്യവും ഏറ്റു പറയുന്നതിനെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത്. ഏറ്റു പറയുന്നതിന് മുമ്പ് അദ്ദേഹത്തിനുണ്ടായ തകർച്ചകളും വേദനകളെ പറ്റിയാണ് 3-4 വാക്യങ്ങളിൽ പറയുന്നത്. അതുകൊണ്ട് 6 മുതലുള്ള വാക്യം ഏറ്റു പറഞ്ഞതിന് ശേഷം എന്താ സംഭവിക്കുന്നത്? പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവന്റെ അടുക്കലോളം എത്തുകയില്ല. അതായത് വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ വന്നാലും ആ പ്രതിസന്ധികളിൽ ജീവിതം തകരാതിരിക്കാൻ ദൈവം എന്ത് ചെയ്യും? ദൈവം അവനെ മാറോട് ചേർത്ത് പിടിക്കും. പിന്നീട് പറയുകയാണ്, നീ എനിക്ക് മറവിടമാകുന്നു. അപ്പൊ ദൈവം എന്താകും? മറവിടമാകും. അകൃത്യം ഉപേക്ഷിക്കുന്നവന് ദൈവം മറവിടമാകും. നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. അതായത് കഷ്ടതയും പ്രയാസവും ഒക്കെ വരും, പക്ഷെ അവിടുന്ന് ആര് കോരിയെടുക്കും? ദൈവം കോരിയെടുക്കും. പിന്നീട് രക്ഷയുടെ ഉല്ലാസം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. അതായത് സന്തോഷവും സമാധാനവും ദൈവം നൽകുന്ന രക്ഷ. അതുകൊണ്ടാണ് സക്കായി പാപം ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുമ്പോ സക്കായിയെ നോക്കി യേശു എന്താ പറയുന്നത്? സക്കായിയെ നോക്കി യേശു ഒരു വാക്ക് പറയുന്നുണ്ട്. ആ വാക്ക് എന്താന്ന് പറയാമോ? നീയും അബ്രാഹാമിന്റെ പുത്രൻ, ഇന്ന് ഈ വീടിന്റെ രക്ഷ കൈവന്നിരിക്കുന്നു. കണ്ടോ, നീ ഇവനും അബ്രഹാമിന്റെ പുത്രനാകുകൊണ്ട് ഇന്ന് ഈ ഭവനത്തിന് എന്ത് വന്നു എന്നാണ്? രക്ഷ വന്നു. ഇതെവിടെ എന്താ നമ്മൾ വായിച്ചത്? രക്ഷയുടെ ഉല്ലാസ ഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. എന്ത് ഈ രക്ഷ? പ്രിയപ്പെട്ടവരെ, സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിനുള്ള പാസ്സാണ് എന്ത്? രക്ഷ. ഇതെപ്പോഴാ കിട്ടിയത്? അകൃത്യം ഏറ്റു പറഞ്ഞപ്പോ. പുതിയ നിയമത്തിലെ തെളിവാണ് സക്കായി പാപം ഏറ്റു പറഞ്ഞ് പുതിയൊരു ജീവിതത്തിലേക്ക് തന്റെ ജീവിതത്തെ തിരിച്ചുവിടുമ്പോ പ്രിയപ്പെട്ടവരെ, സക്കായിയെ നോക്കി യേശു പറയുകയാണ്, ഇന്ന് ഈ കുടുംബത്തിന് രക്ഷ വന്നിരിക്കുന്നുവെന്ന് പറയുകയാണ്. പിന്നീട് പറയുകയാണ്, ആന്റി ആ മൈക്ക് ഓഫ് ചെയ്ത് വെക്കണേ. 8-ാമത്തെ വാക്യം, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. അതായത് ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. അതായത് വഴി തെറ്റാതെ നടക്കാൻ തക്ക വിധം ദൈവം നമുക്ക് മുമ്പിൽ വഴി ഒരുക്കി തരും. ഇതാണ് വഴി, ഇതിലൂടെ പോവുക. യിരെമ്യാവിലുള്ള ഒരു വചനമാണത്. നിന്റെ പിറകിൽ നിന്ന് നീ ഒരു വാക്യം കേൾക്കും, ഒരു വചനം കേൾക്കും, ഇതാണ് വഴി, ഇതിലെ പോവുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പാപം ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് തിരിയുന്നവർക്കൊക്കെ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ പറ്റിയാണ് നാം വായിച്ചു കേട്ടത്. ആദ്യം എങ്ങനെയാണ്? പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവന്റെ അടുക്കലോളം എത്തുകയില്ല. അതായത് പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും
തകർന്നു പോകാൻ ദൈവം അനുവദിക്കില്ല. യെശയ്യാവ് 43:1 മുതലുള്ള വാക്യങ്ങൾ യാക്കോബെ ഭയപ്പെടേണ്ട, ഇസ്രായേലെ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. സമുദ്രം കടക്കേണ്ടി വരുമ്പോ അതിന് മുക്കിക്കളയുകയില്ല. നദി കടക്കേണ്ടി വരുമ്പോ അവിടെയും നിനക്ക് പ്രയാസം ഉണ്ടാവില്ല. അഗ്നിയിലൂടെ നടക്കേണ്ടി വന്നാൽ അത് തന്നെ ദഹിപ്പിച്ച് കളയുകയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ദൈവത്തിലേക്ക് തിരിയുന്ന മനുഷ്യന് ലഭിക്കുന്ന അനുഗ്രഹമാണ്. പെരുവെള്ളം കവിഞ്ഞു വന്നാലും അതിൽ മൂടിപ്പോകാതെ ദൈവം മറവിടമായി കാത്തു സൂക്ഷിക്കും. അതിനുശേഷം പറയുന്നത് രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് ചുറ്റിക്കൊള്ളും. പിന്നെ പറയുകയാണ്, നീ നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഉപദേശം ദൈവത്തിന്റെ ആത്മാവിലൂടെ നമ്മുടെ ചങ്കിനകത്ത് നമുക്ക് ലഭിക്കും. പിന്നീട് പറയുകയാണ്, നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. അതായത് ആലോചന തരും ദൈവം. എന്ത് ചെയ്യണം, എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള ആലോചന ആര് തരും? ദൈവം തരും. ആ ആലോചന പ്രകാരം ജീവിച്ചാൽ ആ ജീവിതം സക്സസ് ആയിരിക്കും. ആ ജീവിതത്തിൽ പരാജയം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പാപം ഏറ്റുപറയാതിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഏറ്റുപറയുമ്പോൾ എന്തെല്ലാം അനുഗ്രഹങ്ങൾ കിട്ടുന്നു എന്നെല്ലാം വെളിപ്പെടുത്തുന്ന സങ്കീർത്തനമാണ് ഏത്? 32-ാം സങ്കീർത്തനം. പിന്നീട് 9-ാമത്തെ വാക്യം മുതൽ വായിച്ചേ, 9 മുതൽ 11 വരെയുള്ള വാക്യം വായിക്കാമോ? 32-ാം സങ്കീർത്തനം 9 മുതലുള്ള വാക്യം. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർ കഴുതയെയും പോലെ ആകരുത്. അവയുടെ സമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു. അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകയില്ല. ദുഷ്ടന് വളരെ വേദനകളുണ്ട്. യഹോവയിൽ ആശ്രയിക്കുന്നവനെയോ ദയ ചുറ്റിക്കൊള്ളും. നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിച്ച് ആനന്ദിപ്പീൻ. ഹൃദയപരമാർത്ഥികൾ എല്ലാവരുമായുള്ളവരെ ഘോഷിച്ചുല്ലസിപ്പീൻ. മതി. അതായത് നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർ കഴുതയെയും പോലെ ആവരുത് എന്ന് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. അവയുടെ സമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു. അതായത് അവരെ നിയന്ത്രിക്കുന്നത് മുഖപ്പട്ടയും കടിഞ്ഞാണും കൊണ്ടാണെന്ന് പറയുകയാണ്. ഇങ്ങനെയുള്ള ഒരവസ്ഥയിലൂടെ കടന്നു പോയാൽ ഈ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർ കഴുതയെയും നിയന്ത്രിക്കുന്നത് പോലെ ദൈവത്തിന് വലിയ സഹനങ്ങൾ തന്ന് നമ്മുടെ ജീവിതത്തിൽ നിയന്ത്രിക്കേണ്ടി വരും. അതുകൊണ്ടാണ് അങ്ങനെ ആവരുത് എന്ന് പറയുന്നത്. പിന്നീട് പറയുകയാണ്, ദുഷ്ടന് വളരെ വേദനകൾ ഉണ്ട്. യഹോവയിൽ ആശ്രയിക്കുന്നവനെയോ ദയ ചുറ്റിക്കൊള്ളും. ഒന്നും വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ലല്ലോ. നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിച്ചാനന്ദിപ്പിൻ. ഹൃദയപരമാർത്ഥികൾ എല്ലാവരുമായുള്ളവരെ ഘോഷിച്ച് ഉല്ലസിപ്പിൻ എന്നുള്ള ആഹ്വാനത്തോടുകൂടെ ഈ സങ്കീർത്തനം അവസാനിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒത്തിരി ഉൾക്കാഴ്ചകൾ, വചനത്തിന്റെ ആഴമേറിയ മർമ്മങ്ങൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി. ദൈവത്തെ നന്ദിയോടുകൂടെ ഈ സമയത്ത് ഓർക്കുകയാണ്. ഈ സമയത്ത് പ്രാർത്ഥിച്ച് ഇന്നത്തെ വചന പഠനം അവസാനിപ്പിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, അനുഗ്രഹീതമായ ഈ സന്ധ്യായാമത്തിൽ കർത്താവെ, പുതിയ നിയമത്തിന്റെ ആരംഭ വചനങ്ങൾ വായിക്കാനും പഠിക്കാനും അതിലൂടെ കർത്താവെ, വംശാവലിയിൽ കർത്താവെ, പാപികളെ അല്ലെങ്കിൽ അങ്ങയെ അറിയാതിരുന്ന വിജാതീയരെ എല്ലാം അങ്ങയെ അറിഞ്ഞ് മടങ്ങി വരുന്ന എല്ലാവരെയും അങ്ങയോട് ചേർത്ത് വെക്കുന്ന അങ്ങയുടെ വലിയ സ്നേഹത്തിന്റെ ഒരു തുറവി ദൈവമേ ഞങ്ങൾക്ക് അവിടുന്ന് കാണിച്ചു തരുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എത്ര വലിയ പാപജീവിതത്തിലൂടെ കടന്നുപോയവരാണെങ്കിലും മടങ്ങി വന്നാൽ ചേർത്ത് പിടിക്കുന്ന സ്നേഹമാണ് അവിടുന്ന് വെളിപ്പെടുത്തി ദൈവമേ സന്ധ്യയിൽ അങ്ങയിലേക്ക് മടങ്ങി വരാനുള്ള ഒരു വലിയ വിളിയും ആഹ്വാനവും ഞങ്ങൾക്ക് അവിടുന്ന് നൽകിയല്ലോ. 32-ാം സങ്കീർത്തനത്തിലും ദൈവമേ ഒരു ഭാഗ്യാവസ്ഥ എന്ന് കാണിച്ചു തന്നല്ലോ. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ എന്ന് അവിടുന്ന് വെളിപ്പെടുത്തിയല്ലോ. ദൈവമേ, അങ്ങനെ പാപം മറച്ചു വെക്കാതെ, ലംഘനം മൂടി വെക്കാതെ അത് ഏറ്റുപറഞ്ഞ് ദൈവമേ രക്ഷയുടെ സന്തോഷം സ്വീകരിക്കാൻ കർത്താവെ, പെരുവെള്ളം കവിഞ്ഞു വരുമ്പോഴും അവിടുന്ന് ഞങ്ങൾക്ക് മറവിടമായി തീരുവാൻ കർത്താവെ, എല്ലാ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ഞങ്ങൾക്ക് അവിടുന്ന് ആലോചന പറഞ്ഞു തരുവാൻ, ഉപദേശം ലഭിക്കാൻ തക്കവണ്ണം പാപജീവിതത്തെ ഉപേക്ഷിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. ദൈവമേ, നീതിമാനായ യോസേപ്പിനെ പോലെ കർത്താവെ, മറ്റുള്ളവരുടെ കുറവുകളും പാപങ്ങളും ബലഹീനതകളും പറഞ്ഞു നടക്കുന്നവരായി തീരാതെ അതിനെ മറച്ചു പിടിച്ച് കർത്താവെ, അവരെ പ്രൊട്ടക്ട് ചെയ്ത് അവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തി അവരുടെ കൂടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവമേ ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കാൻ നീതിമാനായ യൗസേപ്പിനെ പോലെ
അവിടുത്തെ വളർത്തു പിതാവിനെ പോലെ ആയിത്തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ. ദൈവമേ, ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവെ, അവർ ചെയ്യുന്നതും അവർ പ്രവർത്തിക്കുന്നതും എല്ലാം സാധിക്കുവാൻ തക്കവണ്ണം അങ്ങയുടെ വാഗ്ദാന പ്രകാരം ദൈവമേ അവരെ അനുഗ്രഹിക്കണമേ. കർത്താവെ, രോഗാവസ്ഥകളിലൂടെ മറ്റ് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. ദൈവമേ, അവിടുത്തെ അദൃശ്യമായ കരം നീട്ടി രോഗികളെ സുഖപ്പെടുത്തണമേ. വിവാഹ ജീവിതത്തിന്റെ കാലഘട്ടം കഴിഞ്ഞിട്ടും ദൈവമേ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത വിധം തടസ്സപ്പെട്ട് കിടക്കുന്ന എല്ലാ മക്കളെയും എല്ലാ യുവതി യുവാക്കന്മാരെയും സമർപ്പിക്കുന്നു. കർത്താവെ, അനുയോജ്യരായ ജീവിത പങ്കാളികളെ അവർക്ക് കൊടുത്ത് ദൈവമേ അവരുടെ ജീവിതങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പഠിക്കുന്ന മക്കളെ എല്ലാം അനുഗ്രഹിക്കണമേ. പഠിക്കാനുള്ള ജ്ഞാനവും വിവേകവും അവിടുന്ന് കൊടുത്ത് സഹായിക്കണമേ. പരിശുദ്ധ അമ്മയും മാതാവേയും മോർഗീവറേയും സഹതായെ, പരിശുദ്ധനായ പരിമളത്തിന് മേനി, പരിശുദ്ധനായ എൽദോമാർ ബസേലിയോസ് പാവായെ, സകല പരിശുദ്ധന്മാരും ശുദ്ധിമതികളുമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവെ, ഇടവകയെയും ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം കൊണ്ട് എല്ലാവരെയും നിറയ്ക്കണമേ. ആയത് പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമമഹത്വത്തിനായിട്ട് തന്നെ ആമീൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ ആവാസവും സംബന്ധവും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളുടെ മേലും വാങ്ങിപ്പോയ എല്ലാ പൂർവികരുടെ ആത്മാക്കളുടെ മേലും നാളത്തെ വിശുദ്ധ ബലിയുടെ മേലും എല്ലാ ആത്മീയ